ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ് ഗൈസ്, എന്തേം പോലെയൊക്കെ തന്നെ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഈ സീഡാണ് ഗൈസ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ വില്ലേജും ഔട്ട് പോസ്റ്റും റൂണ്ട് പോർട്ടലും മാൻഷനും ഒരുമിച്ച് വരുന്നൊരു ഇതാണ് ഗൈസ്. അപ്പോൾ ഒരു പെയിൽ ഗാർഡനൊക്കെ ഉണ്ടെന്ന് ഗൈസ് പറയുന്നത്, നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് സീഡ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഫേസ് ക്യാം ഓൺ ആക്കുന്നില്ല ഗൈസ്, കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ. ഗൈസ് സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്, ഇപ്പം തന്നെ കാണാതിരിക്കും. മറ്റേ പെയിലോക്കിൻ്റെ ട്രീ ഗൈസ് റിയലാണ് ഗൈസ്, സത്യം ഗൈസ് റിയലാണ്. അപ്പോൾ മാൻഷൻ എവിടെ ആയിരിക്കും ഗൈസ്? വില്ലേജാണ് ഗൈസ്, ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, വില്ലേജ് ഔട്ട് പോസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഔട്ട് പോസ്റ്റ് ഇവിടെ കണ്ടാണല്ലോ ഗൈസ്. ഇത് വേറെ ടെറൈൻ ജനറേഷൻ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ വേറൊരു ഇതിൽ കളിച്ചപ്പോൾ ഞാൻ ഇതെന്തുവാടി ഇത് വേറൊരു ഫോണിൽ ഞാൻ കളിച്ചായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ അതിനകത്ത് കണ്ടത് കറക്റ്റായിട്ട് വന്നായിരുന്നു ഗൈസ്. അപ്പം അതിനകത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഔട്ട് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ആ ഗൈസ് ഇവിടാണ് ഔട്ട് പോസ്റ്റ്. ടെറൈൻ ജനറേഷൻ ഇച്ചിരി വിയർഡാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയെന്നാണ് എനിക്ക് തോന്നുന്നത്. വില്ലേജറൊക്കെ പെയിൽ ഗാർഡൻ എന്തിനാണ് ഞാൻ സർവൈവലാണ് കേട്ടോ ഗൈസ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മാൻഷനിലൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇതുവരെ മൈൻക്രാഫ്റ്റ് ഞാൻ ഇത്ര നാളായിട്ട് കളിക്കുമ്പോൾ ഞാൻ ഇതുവരെ മൈൻക്രാഫ്റ്റിൽ മാൻഷൻ പോലും കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോ സാഡ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ ഒരാളാണെങ്കിൽ ഇതെന്തുവാ ഗൈസ് പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെപ്പോലെ ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ സീഡ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. സീഡ് ഞാൻ വീഡിയോയുടെ അവസാനമൊക്കെ കാണിച്ചു തരാൻ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ വരുന്നില്ലൊരു റൂണ്ട് പോർട്ടൽ ഉണ്ടായിരുന്നു, എവിടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഒരു പെയിൽ ഗാർഡൻ്റെ അകത്തൂടെ നമ്മൾ പോകുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ വില്ലേജർ ഔട്ട് പോസ്റ്റ്. നമ്മുടെ ഇത് മാൻഷൻ എവിടെ? മാൻഷൻ മാൻഷൻ ഗൈസ്, മാൻഷനും ഉണ്ട് ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, എനിക്കറിയാം. ഞാനൊരു കാര്യം ചെയ്യാൻ നോക്കുക ഗൈസ്. നമുക്കിവിടെ റെയ്ഡ് അങ്ങ് തുടങ്ങിയാൽ ഈ വില്ലേജ് അങ്ങ് ലൂട്ട് ചെയ്തിട്ട് വില്ലേജസൊക്കെ എങ്ങോട്ട് പോവുക? ഔട്ട് പോസ്റ്റിലോട്ട് യാത്ര പോകുന്നതായിരിക്കും. ബെഡുണ്ട്, ഈ കഴിക്കാനൊന്നുമില്ല ഇവിടെ. എവിടെ ബെഡ്? ഓക്കെ ഗൈസ്, 2 എമറാൾഡ് കിട്ടി. ഇതിൽ ഞാൻ ചെയ്തപ്പോഴത്തേക്കും ടെറൈൻ ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു എന്തോന്ന് ഗൈസ്, എന്താണെന്നറിഞ്ഞൂടെ. ഓക്കെ, ഇവിടെയൊന്നുമില്ല. അയൻകുളത്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അറിഞ്ഞൂടെ, ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ചെങ്ങായി അടിച്ച്. ഓക്കെ, ഓടിക്കും. ഒന്നും നോക്കണ്ട, ഓടിക്കും. അത്ര ഉള്ളു, ഓടിക്കോ. ഓടിയാൽ മതി, ഇനി നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഓക്കെ ഓക്കെ, ചെങ്ങായി വരുന്നു. എൻ്റെ സ്പാം കിട്ടി. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു സ്റ്റാക്കിൽ കൂടുതൽ ഇച്ചിരി ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു സ്റ്റാക്കും 12 അത്രേ ഉള്ളൂ ഗൈസ്, വളരെ കുറച്ചാണ് ഗൈസ്. ഇനി നമുക്ക് ടെറൈൻ ഇച്ചിരി സീനാണല്ലോ. വില്ലേജൊക്കെ അകത്ത് വരെ പോയി ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്ക് നേരെ മാൻഷനിലോട്ട് പോകാം ഗൈസ്. അതിന് ഇച്ചിരി ഡർട്ട് വേണം, എന്തിനാണ് ചോദിക്കരുത് ഗൈസ്. നമുക്ക് നാളെ വല്ലതും പോയത് ഗൈസ്. ഓക്കെ, ചെങ്ങൈമാരി അവിടെ നിന്ന് തന്നെ എങ്ങനെ അടിച്ച്? അവനെ അവിടെ നിന്ന് എങ്ങനെ അടിച്ച്? ആദ്യം ഇത് നിങ്ങൾ പറയണം. റേസിങ്ങിന് ഇതെല്ലാം വരും. അതാണ് ഗൈസിൻ്റെ ആദ്യമുള്ള പേടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പെയിൽ ഗാർഡനിൽ കൂടെ നടന്നു പോകുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് പേടിയൊന്നും ഇല്ലല്ലോ, നമ്മളാരെ പേടിക്കും.
വില്ലേജർ ഇച്ചിരി സീനാണെന്ന് ഗൈസ് എനിക്ക് തോന്നുന്നത്. വില്ലേജർ ഇച്ചിരി സീനാണ് കേട്ടോ. ഇപ്പം മാൻഷൻ എന്തെങ്കിലും അവിടെ ഉണ്ട്. നമുക്ക് നാളെ രാവിലെ എല്ലാം പോകാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഈ ബെഡ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ബെഡ് കയ്യിലുണ്ട്. ബെഡ് പിടിച്ച് നമുക്ക് പെയിൽ ഗാർഡൻ്റെ അപ്പുറത്തൂടെ പോകണം. ക്രീക്കിംഗ് അല്ലേ അത്? Oh shit. Here we go again. അളിയ എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് പേടിയാവുന്നു സത്യം. ഞങ്ങൾ നടക്കാൻ പോവാ. ക്രീക്കിങ് നമ്മുടെ മുന്നിൽ വന്ന് എന്തുവാടെ എനിക്കറിഞ്ഞൂടാ. ക്രീക്കിങ് അല്ലല്ലോ പോകുന്നത്. അല്ല, അത് സോംബിയായിരുന്നു. ഈ നമ്മളെ ക്രീക്കിങ് സ്പോൺ ആവുന്നത് കണ്ടു ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഗൈസ്. നമുക്ക് പെയിൽ ഗാർഡനെ ചുറ്റും പോവാം. കാരണം എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ പെയിൽ ഗാർഡൻ്റെ അകത്തൂടെ തന്നെ പോകണം ഇനി ഗൈസ്. ഇത് ഇച്ചിരി സീനാണ്. ഇച്ചിരി സീഡും അടിപൊളിയാ, സംഭവം സീന. നമുക്ക് പെയിൽ ഗാർഡൻ്റെ അകത്തൂടെ തന്നെ പോകണം. പെയിൽ ഗാർഡൻ്റെ അകത്തൂടെ പോകണം ഗൈസ്. മാൻഷൻ. നമ്മളങ്ങനെ നമ്മുടെ കരുത്ത പരിശ്രമത്തിനുള്ളിൽ നമ്മൾ മാൻഷനിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി സ്റ്റോൺ ഇച്ചിരി പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് വേണം, സോഡ് വേണം. സോഡ് ഉണ്ടാക്കാം, അതാകുമ്പോൾ അടിക്കാം. ഇനിയാണ് ടാസ്ക്, ഉണ്ടാക്കി കയറണം ഗൈസ്. നമ്മൾ ഇതിനകത്ത് കയറി. ഇത് റൂമ് എനിക്കൊന്നും അറിയത്തില്ല. എന്നെ കണ്ടില്ലല്ലോ അല്ലേ? കണ്ടു കാണാൻ ചാൻസ് ഇല്ല. കണ്ടോ? ഞാനെന്നാ എന്നെ കണ്ടില്ലേ? ഇത് ഏത് സ്ഥലം? നോക്കാം. ഇതിനകത്തുണ്ട്. അയ്യോ, എന്തു എന്നെ അടിച്ചേ? ഞാൻ വിചാരിച്ചു വില്ലേജർ വല്ലതായിരിക്കും. എൻ്റെ ആദ്യത്തെ അറ്റാക്ക് സോഡിൻ്റെ. ഓക്കെ ഗൈസ്, എൻ്റെ വുഡൻ സോഡ് പൊട്ടിയിട്ടുണ്ട്. സന്തോഷകരമായ വാർത്ത. ഗൈസ്, വെൻഡിക്കേറ്റർ നമ്മളെ അടിച്ച് നമ്മളിവിടെ സ്പാനായി. ഓക്കെ, വേണ്ടിയിരിക്കുന്ന വേണ്ടി ഓർത്തല്. ഓക്കെ ഓക്കെ ഇത് കണ്ടോ ഗൈസ്? എന്നുണ്ട് എൻ്റെ ടെക്നിക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ലെഗിൻസ് ഇട്, ഇതിട്, ഇതെടുത്ത് കൈ പിടി. ഓ, ഫയർ ആസ്പെക്റ്റ്, ഷാർപ്നെസ് എല്ലാം ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മളപ്പം പെയിൽ ഗാർഡൻ്റെ അകത്തൂടെ പോവാ ഗൈസ്. മാൻഷൻ ഇവിടെ കണ്ടില്ലായിരുന്നു. മാൻഷൻ എവിടെ ആയിരുന്നു? നമ്മൾ പെയിൽ ഗാർഡൻ കയറി ചെല്ലുമ്പോഴായിരുന്നു മാൻഷൻ. മാൻഷൻ 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 എന്തി? മാൻഷൻ എന്തി? ഇപ്പോൾ കേസ് എന്താ ഇവിടെ എത്തുള്ളൂ കേസ്. കാരണം നമുക്ക് മാൻഷനിൽ നമുക്ക് അടുത്ത ദിവസം മാൻഷനിൽ കയറണം കേസ്. ഞാൻ ഇതുവരെ വുഡ്ലൻഡ് മാൻഷനിൽ കയറിയിട്ടില്ല കേസ്. വലിയൊരു സ്ട്രക്ചറല്ലേ, എനിക്കൊന്നും അറിയത്തില്ല അതിനെക്കുറിച്ച്. ഫയർ ചാർജ്